കൃഷ്ണന്റെ രാധയെ എന്തുകൊണ്ട് വിവാഹം ചെയ്തിട്ടില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കൃഷ്ണന്റെയും രാധയുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ ആദ്യമായിട്ട് വിവാഹം ചെയ്യുന്നത് രാധാറാണിയാണ്. ആ കഥ ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ ഉണ്ണിക്കണ്ണനെ ചെറിയ പ്രായം 2 വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ. എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായമുള്ള സമയത്ത് ഒരിക്കൽ നന്ദഗോപര് അദ്ദേഹത്തിന്റെ വ്യാപാര ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തു പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ണിയും കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. നന്ദഗോപര് പറയുന്നുണ്ട്, ഉണ്ണി ഇപ്പൊ വരണ്ട, വന്നു കഴിഞ്ഞാൽ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല, എളുപ്പത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല, അതുകൊണ്ട് ഉണ്ണി വരണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും ഉണ്ണി കരയാനായിട്ട് തുടങ്ങിട്ടോ. അപ്പൊ ഇനി കരയിപ്പിക്കണ്ട, വാശിയൊന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നന്ദഗോപര് അന്ന് പോകാൻ നേരം ഉണ്ണിയും കൂടെ കൂട്ടി. അങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ നല്ല ഇടിയും മഴയൊക്കെ വന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് പേടിയായി, നന്നായിട്ട് കരയാൻ തുടങ്ങിട്ടോ. എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നന്ദഗോപർക്കും ബുദ്ധിമുട്ടായി. ഇനിയിപ്പോൾ തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല, ഈ കരയുന്ന ഉണ്ണീനെയും കൊണ്ട് എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാധാറാണി വരുന്നത്. അപ്പം നന്ദഗോപർക്ക് കുറച്ച് സമാധാനമായി. കാരണം ഉണ്ണിയെ രാധയെ ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട്, രാധയെ ഒന്ന് ഇങ്ങോട്ട് വരൂ, ഉണ്ണിയെ ഒന്ന് എടുത്തു കൊണ്ടുപോയിട്ട് യശോദാമ്മയുടെ കയ്യിൽ കൊടുക്കുമോ, കുറച്ച് നേരമായി പേടിച്ചിട്ട് കരയാണ് ഉണ്ണി എന്ന് പറഞ്ഞു. അപ്പോൾ രാധയ്ക്കും സന്തോഷമായി, കാരണം വല്ലപ്പോഴൊക്കെ എടുക്കാനായിട്ട് കിട്ടുന്ന അവസരമാണ്. അങ്ങനെ രാധാറാണി ഉണ്ണിയെ എടുത്തിട്ട് അവിടെ നിന്ന് നടന്ന് ഭണ്ഡീർ വനത്തിലെത്തിയ സമയത്ത് രാധയും വലിയ ആളായി, ഉണ്ണിയും വലിയ ആളായി, രണ്ടുപേരും യുവത്വത്തിലേക്ക് കടന്നു. അവിടെ വെച്ചിട്ട് രാധാറാണിയുടെയും ഭഗവാന്റെയും വിവാഹം ബ്രഹ്മാവ് വിധിയാം വണ്ണം നടത്തിക്കൊടുത്തു. അങ്ങനെയാണ് കൃഷ്ണന്റെയും രാധയുടെയും വിവാഹം നടക്കുന്നത്. അപ്പം അങ്ങനെയൊരു കഥയുണ്ട്. പിന്നീട് അവിടെ നിന്ന് പോന്നപ്പോൾ അവർ രണ്ടുപേരും പഴയ പോലെ തന്നെ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് വിവാഹം, രാധയുടെയും കൃഷ്ണന്റെയും വിവാഹം നടന്നിട്ടുള്ള കഥ.